കർത്താവിൻ്റെ ധന്യ തിരുനാമം ഈ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the most high holy name of the Lord be exalted this night. ഈ സഭയെ നയിക്കുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടാക്കപ്പെട്ടിരിക്കുന്ന ബഹുമാന്യ ദൈവദാസൻ കുടുംബം, I bring greetings to the appointed pastor of this church. അദ്ദേഹത്തോടൊപ്പം ദൈവരാജ്യ വ്യാപനത്തിൽ അധ്വാനിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. I bring my greetings in the name of our second coming Jesus to all the ministers and men of God who are present here. കഴിഞ്ഞ നിമിഷങ്ങളിലൊക്കെ നിങ്ങളോട് ഒരുമിച്ചായിരുന്നു. എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരുന്നു. അത് എന്നോടൊപ്പം വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. Hallelujah. Can you praise the Lord if you believe? I believe my time here is a blessing. If you believe the same, praise the Lord. ഈ സഭ ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. This church is a blessed church. ഈ സഭ ഒരു പ്രാർത്ഥനാ സഭയാണ്. This church is a church of ഈ prayer. സഭ ഒരു ആരാധനാ സഭയാണ്. This church is a church of worship. ഈ സഭ ഒരു പോർക്കളത്തിൽ നിൽക്കുന്ന സഭയാണ്. This church is in the war zone. ഈ സഭ പ്രസംഗിക്കുന്ന സഭയാണ്. This church is a church ഈ സഭ വചനം പഠിപ്പിക്കുന്ന സഭയാണ്. This church teaches the Bible. ഈ സഭ ഉപദ്രവം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ട സഭയാണ്. This church is called to be persecuted. ഈ സഭ അനുഗമിക്കുന്ന സഭയാണ്. This church is following Christ. അത് വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. Put your hands together and praise the Lord. Hallelujah. അനുഗമിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയുണ്ട്. There is power in the prayer of the one who follows Christ. ഒരിക്കൽ കൂടെ പറയാം, അനുഗമിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയുണ്ട്. There is power in the prayer of one who follows Jesus. ആ കർമ്മേലിന്റെ കൊടുമുടിയിലേക്ക് നിങ്ങൾ നോക്കിയാട്ടെ. When you look into the mountain top of Carmel, 450 ബാലിന്റെ പ്രവാചകന്മാരും 400 അശേരയുടെ പ്രവാചകന്മാരും രാവിലെ മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. There are more than 450 prophets of the Baal on the mountain top. 850 ശത്രു പ്രവാചകന്മാർ ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ട് ഒന്നും നടക്കുന്നില്ല. Around 850 false prophets are praying to a false god. എന്നാൽ ഇപ്പുറത്ത് പേരില്ലാത്ത സാധാരണക്കാരനായ എലിയാവിന്റെ 3 വാക്കുകൾക്കുള്ളിൽ ദൈവം സ്വർഗ്ഗത്തെ ചലിപ്പിച്ചെങ്കിൽ, and there is one man, an ordinary prophet, who calls upon to the true God in 3 words. If the heaven came down for him, അനുഗമിക്കുന്ന ദൈവം ഇതിലെ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയുണ്ട്. There is power in your prayer if you are following Jesus. അനുഗമിക്കുന്ന നിന്റെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയുണ്ട്. There is power in your prayer if you are behind God. അതുകൊണ്ട് പ്രാർത്ഥനയെ അവസാനിപ്പിക്കരുത്. Do not cease prayer. നീ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം, സ്വർഗ്ഗം ചലിച്ചുകൊണ്ടേയിരിക്കും. You have to continually keep praying. അനുഗമിക്കുന്നവന്റെ ആരാധനയ്ക്ക് ഭയങ്കര ശക്തിയുണ്ട്. There is power in the worship of one who follows God. ഓ, അനുഗമിക്കുന്നവന്റെ ആരാധനയ്ക്ക് സ്തുതി സ്തോത്രത്തിന് ഭയങ്കര ശക്തിയുണ്ട്. There is power in the praise and worship of the one who follows God. കാരാഗൃഹത്തിന്റെ അകത്തളത്തിലേക്ക് നിങ്ങൾ നോക്കിയാൽ, Can you look into the inner courts of the prison? ഓ, രാത്രിയുടെ യാമങ്ങളിൽ മുറിവേൽക്കപ്പെട്ടവരാ 2 പേർ അകത്തോട്ട് കയറിയിട്ടുണ്ട്. In the cells, as their hands and legs are bound, there are 2 people laying there. അവരുടെ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടവരായി കിടക്കുകയാണ്. Their hands and legs are bound. അവരുടെ ദേഹം മുഴുവൻ മുറിവുകളാണ്. All their body is full of hurt. പക്ഷേ ആരാധിക്കാൻ അവരുടെ നാവിന് ബന്ധനമില്ല. But they have no bondage on their tongue to worship. എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, അനുഗമിക്കുന്നവന്റെ ശരീരം മുഴുവൻ ബന്ധിക്കപ്പെട്ടാലും നാവിന് വിട്ടുകൊടുക്കരുത്. If you are a true follower of Christ, even if your whole body is bounded, do not surrender your tongue. നിന്റെ നാവ് ചലിക്കാൻ തുടങ്ങിയാൽ സ്വർഗ്ഗം ചലിക്കാൻ തുടങ്ങും. If your tongue starts speaking, heaven will start acting upon it. അനുഗമിക്കുന്നവന്റെ ആരാധനയ്ക്ക് ഭയങ്കര ശക്തിയുണ്ട്. There is power in the person who follows. അത് ബന്ധനങ്ങളെ ഇളക്കുന്ന ശക്തിയാണ്. That can break bondages. അത് കാരാഗൃഹത്തിന്റെ അടിത്തറ ഇളക്കുന്ന ശക്തിയാണ്. That will shake the foundations of the prison. കെട്ടുകളെ പൊട്ടിക്കുന്ന ശക്തിയാണ്. That is that bondage that breaks your bondages. അനുഗമിക്കുന്നവന്റെ ആരാധനയ്ക്ക് ശക്തിയുണ്ട്. There is power in the worship of the one who follows. അത് വിശ്വസിക്കുന്നവർ വാ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താൽ, if you believe, open your mouths and praise the Lord. Put your hands together and praise the Lord. അനുഗമിക്കുന്നവന്റെ വാക്കിന് ഭയങ്കര ശക്തിയുണ്ട്. There is power in the word spoken by a follower of God. അതുകൊണ്ടാണ് രാവിലെ ദൈവാത്മാവ് സംസാരിച്ച നാവിന് കടിഞ്ഞാൻ ഇട്ടോണം. That is why the word of the Lord came in the morning. Bridle your tongue. സൂക്ഷിച്ചേ ദൈവത്തെ അനുഗമിക്കുന്നവന്റെ നാവ് ചലിക്കാവൂ. You have to be very careful when words come out of your mouth, the one who follows God. കാരണം ഈ നാവിന്റെ അകത്ത് ജീവനും മരണവും ഉണ്ട്. There is power of authority of life and death in your tongue. ഈ നാവിനകത്ത് ശാപവും അനുഗ്രഹവും ഉണ്ട്. There is blessing and curse bestowed upon your tongue. നീ അനുഗ്രഹിച്ചാൽ അവർ അനുഗ്രഹിക്കപ്പെടും. If you bless somebody, they will be blessed. നീ അനുഗ്രഹിക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കും. If you bless somebody, that person, God will bless that person. കാരണം അനുഗമിക്കുന്നവന്റെ വാക്കിന് ഭയങ്കര ശക്തിയാണ്. A follower of God has a lot of power in his words. 2 പേർ പ്രാർത്ഥന സമയത്ത് ദേവാലയത്തിലേക്ക് പോകുകയാണ്. There are 2 people who are walking into the temple of God. അവിടെ ഇതാ അമ്മയുടെ ഗർഭപാത്രം മുതൽ മുടന്തര ഒരു മനുഷ്യനെ ഭിക്ഷയാചിക്കുകയാണ്. There outside the door there is a man who is lame from his mother's womb. അവന്റെ അവസ്ഥയ്ക്ക് ഇതുവരെ ഒരു മാറ്റം വന്നിട്ടില്ല. There is no change in his situation forever. ആ സമയത്ത് അനുഗമിക്കുന്നവന്റെ വാ ചലിക്കാൻ തുടങ്ങി. But as soon as they were walking followers of God, their words
words started coming out of their mouth. അനുഗമിക്കുന്നവന്റെ അധരം ചലിക്കാൻ തുടങ്ങിയാൽ, Oh, the one who is following God, if their words start coming out of their mouth, ചലിക്കാത്തതിനെ ദൈവം ചലിപ്പിക്കും. oh, the life will flow through those lifeless situations. അനുഗമിക്കുന്നവന്റെ അധരത്തിലൂടെ വെളിപ്പെട്ട വാക്കുകൾ സ്വർഗ്ഗത്തെ ചലിപ്പിച്ചു. Hallelujah. Those who were following God, when they started releasing words, it started shaking heaven. അവർ വിളിച്ചു പറഞ്ഞു, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, പക്ഷെ ഞങ്ങൾക്കൊന്നുണ്ട്, അത് നസ്രനായ യേശുവിന്റെ നാമമാണ്. They declare very boldly, we don't have nor silver nor gold, but we have something, the powerful name of Jesus. അനുഗമിക്കുന്നവൻ യേശുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കണം. Oh, the one who follows God has to keep proclaiming Jesus. അനുഗമിക്കുന്നവന്റെ വായ യേശുവിനെ ഉയർത്തിക്കൊണ്ടിരിക്കണമെന്ന്. Or the one who follows God has to keep praising or keep talking about Jesus. അനുഗമിക്കുന്നവന്റെ വാക്ക് വെളിപ്പെട്ടപ്പോൾ അമ്മയുടെ ഗർഭപാത്രം മുതൽ മുടന്തനായ മനുഷ്യൻ തുള്ളിച്ചാടി എഴുന്നേറ്റ് ആരാധിക്കാൻ തുടങ്ങി. When they released the word of life, that person who was lame from his mother's womb started leaping and jumping and getting into the church. എന്ന് പറഞ്ഞാൽ നീ അനുഗമിക്കുന്നവനാണ്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. That means if you are a one who follows God truly, that means there is power in your word. എന്ന് പറഞ്ഞാൽ നീ ദൈവത്തെ അനുഗമിക്കുന്ന ദൈവത്തിന്റെ പൈതലാണെങ്കിൽ നിന്റെ ആരാധനയ്ക്ക് ശക്തിയുണ്ടെന്ന്. That means your worship is powerful. നിന്റെ വാക്കിന് ശക്തിയുണ്ട്. That means your word is powerful. ഹല്ലേലൂയ. നിങ്ങൾ ഇങ്ങനെ മൗനമായിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. I'm so upset when I see people who are very silent. ഹല്ലേലൂയ. ആത്മാവ് ചലിക്കുമ്പോൾ അത് നിങ്ങൾ കൂടെ ചലിക്കാൻ തയ്യാറാണ്. Oh, when Holy Spirit moves, you have to be ready to move along with the Holy Spirit. ആത്മാവ് ചലിക്കുന്നവന്റെ കൂടെ ചലിക്കാൻ നീ തയ്യാറായാൽ ആ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ചലിപ്പിച്ചുകൊണ്ടിരിക്കും. If you are ready to move along with the moving Holy Spirit, the Holy Spirit will take action in your life. ആത്മാവ് ചലിക്കുന്നിടത്ത് അത്ഭുതമുണ്ട്. Wherever the Holy Spirit moves, there is signs and wonders. ഓ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഭയുടെ ദൂത് പറയുന്നു. Holy Spirit is reminding this church this evening. ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. I have called you the righteous one. യഹോവയായ ദൈവം പറയാ, ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. I have called you with all എന്നെ righteousness. കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, എന്നെയും നിന്നെയും വിളിച്ചത് ഇവിടുത്തെ ആരുമല്ല, അത് സ്വർഗ്ഗത്തിലെ ദൈവമാണ്. Oh, let me tell you, dear believers, this evening, nobody else in the world has called us. We are called by the God. കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണ്. God forever, He is faithful, who has called us through Christ. That is what Paul says to the church of Corinth. ഇന്ന് രാത്രി നിന്നെ വിളിച്ചതാരാ നിനക്ക് ബോധ്യമുണ്ടോ? Do you completely know about a God who called you? പുസ്തകം പറയുന്നു, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണ്. The one who called you is faithful. അടുത്തിരിക്കുന്നവരുടെ കരം കൊടുത്ത് പറ, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണ്. Amen. Shake hands to your neighbor and say, the God who called me is faithful. ദൈവം ഇതിലെ നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണ്. Amen. Child of God, a God who called you is faithful. അവൻ നിന്നെ നീതിയോടെ He വിളിച്ചിരിക്കുന്നത്. has called you with all righteousness. എന്ന് പറഞ്ഞാൽ വഴിയിൽ ഇട്ടേച്ച് പോകത്തില്ലെന്ന്. That meaning He wouldn't forsake you on the way. നിന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന്. He will not leave you on the way. അവൻ നിന്നെ കരം പിടിച്ചു നടത്തുമെന്ന്. He will walk you by holding your hand. വിശ്വസിക്കുന്നവർ കരങ്ങളെ If you believe that, put your hands together and praise Jesus. ഹല്ലേലൂയ. നമ്മളെ വിളിച്ച ദൈവം, എല്ലാവരും പറഞ്ഞു, വിളിച്ച ദൈവം, God who called us is വിളിച്ച faithful. ദൈവം, God who called us, വിളിച്ച ദൈവം. God who called us is faithful. ഇവിടെ ആരും നിന്നെ വിട്ടേച്ച് പോയാലും നീ ഭാരപ്പെടണ്ട. Whoever leaves you in the world alone, don't worry. എനിക്ക് ആരുമില്ല എന്ന് നെഞ്ചത്തൊച്ചാരും പറയരുത്. Don't cry hitting your chest. I don't have anybody in the world. ആര് പോയാലും തമ്പുരാൻ പറയാ, ഞാൻ നിന്നെ വിട്ടേച്ച് Whoever പോകത്തില്ല. leaves you, God says, I will never leave you nor forsake യേശു you. പറയാണ്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെയുണ്ട്. Jesus assures us that till the end of days, He will be with us. അടുത്തിരിക്കുന്നവരുടെ കരം കൊടുത്ത് പറ, നീ പോയാലും എന്റെ ദൈവം എന്നെ വിട്ടേച്ച് പോകില്ല. Amen. Turn to the next person who is sitting next to you. Even if you leave me, tell them that God will not leave me. ഇടയ്ക്കൊക്കെ അടുത്തിരിക്കുന്നവരെ നോക്കി ഇങ്ങനെ സംസാരിച്ചാൽ നല്ല കാര്യമാണ്. Amen. If you look at your neighbor in between, it is a good thing to smile. അതെല്ലാം ദൈവം നിന്നോട് സംസാരിക്കുന്ന ദൂതുകളാ. These are the proclamations or promises of God that is coming your way. ആ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനായ ദൈവമാണ്. That God who called us is faithful. അവൻ എവിടേക്കാ വിളിച്ചിരിക്കുന്ന അറിയാമോ? You know where He has called us to? തന്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്കാ. He has called us into the fellowship with the Father, Son and the Holy Spirit. ഇന്ന് ഞാൻ ഇവിടെ രാത്രിയിൽ ഇവിടെ ആയിരിക്കുന്നത് ഹല്ലേലൂയ അക്വിലസ് പാസ്റ്ററുടെ കൂട്ടായ്മയിലല്ല, യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലാണ്. Amen. Tonight I'm not in a fellowship headed by Achilles pastor. I'm in a fellowship that is being presided by heaven. എത്ര പേർക്ക് ബോധ്യമുണ്ട് ഞാൻ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലാണ്? How many of you know that I'm in a fellowship where Jesus is presiding the room? ഞാൻ ഇവിടെ വന്നപ്പോൾ എൻ്റെ കൂടെ എൻ്റെ കർത്താവ് വന്നിട്ടുണ്ട്. When I came into the room with me, Jesus has stepped in. ഞങ്ങൾ ഒരുമിച്ചിരിക്കുകയാണ്. We are seated together. ഞങ്ങൾ ഒരുമിച്ച് സന്തോഷിക്കുകയാണ്. We are joyful ഞങ്ങൾ together. ഒരുമിച്ച് നടക്കുകയാണ്. We are walking together. ആൾറെഡി ആ ദൈവം സഭയുടെ ദൂത് പറയുന്നു. Oh, that God is promising the church. യഹോവയായ ദൈവം പറയുന്നു, ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. I have called you with all righteousness. ഞാൻ നിന്നെ ജനത്തിനും നിയമവും
ജാതികൾക്ക് പ്രകാശവുമാക്കും. I have kept you as Lord to the people and light to the Gentiles. ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. I have called you righteous. ഞാൻ നിന്നെ കൈ പിടിച്ചു കാക്കും. I have held you by my arms. ഞാൻ നിന്നെ എൻ്റെ കൈ പിടിച്ചു കാക്കും. I have held you by my arms. ഞാൻ നിന്നെ ജനത്തിന് നിയമവും ജാതികൾക്ക് പ്രകാശവുമാക്കും. I have kept you as പരിശുദ്ധാത്മാവിന്റെ Lord. ദൂത. This is the word from the Holy Spirit. സഭയോടെ ദൈവത്തിന്റെ ആത്മാവ് വരുന്ന This ദൂതാണ്. is the word to the church. ഈ സഭയെ വിളിച്ചത് ദൈവമാണ്. This church was called by God. അവൻ നീതിയോടെ വിളിച്ചിരിക്കുകയാണ്. Church has been called righteous. അവൻ വിശ്വസ്തനായ ദൈവമാണ്. He is a faithful God. ഉപേക്ഷിക്കാത്ത ദൈവമാണ്. He will never leave you. അവൻ നിന്നെ വലങ്കൈ പിടിച്ചു നിന്നെ കാക്കും. He holds you by his hand and he'll protect you. അവൻ നിന്നെ ജനത്തിന് നിയമവും ജാതികൾക്ക് പ്രകാശവും ആക്കും. He will keep you as Lord to his people and light to the Gentiles. അടുത്തിരുന്നവരുടെ കൈ പിടിച്ച് പറ, അവൻ നിന്നെ കാക്കുക മാത്രമല്ല അവൻ നിന്നെ ചിലതാക്കാൻ പോകുകയാണ്. Hold your neighbor's hand and tell them the Lord just doesn't place you but he keeps you in places. നിങ്ങൾ ആ ലെഗ്യോൻ ബാധിച്ച മനുഷ്യനെ നിങ്ങൾ നോക്കിയാട്ടെ. Oh, look at that demon possessed man. ഹല്ലേലൂയ, നോക്കിയാട്ടെ. 6000 ഭൂതം അവന്റെ മേലുണ്ട്. There are around 6,000 demons on one body. 6000 ഭൂതം അവന്റെ മേൽ ഉണ്ടായിട്ടും അവൻ ഇതുവരെ മരിച്ചിട്ടില്ല. There are 6,000 demons on his body and he is still alive. He is not dead. എന്നാൽ യേശു കർത്താവ് ഗദരദേശത്ത് ചെല്ലുകയാണ്. But Jesus is entering into that city of Gennesaret. Gadarene. അവിടെ ചെന്നപ്പോൾ ഇതാ ഈ ഭൂതം ബാധിച്ച മനുഷ്യൻ ഓടി കർത്താവിന്റെ അടുക്കൽ വരികയാണ്. Oh, that demon possessed man is running towards Jesus. ആ ഭൂതങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് പറയാ, ഞങ്ങളെ ഉപദ്രവിക്കരുത്. All those 6,000 demons in one voice they are saying, don't trouble us. ഞങ്ങളെ താണ്ടി 2000 പന്നികൾ മേഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞങ്ങളെ അതിലേക്ക് കയറ്റി വിടണം. Don't trouble us, send us forth into those pigs. യേശു പറഞ്ഞു, ഓക്കേ, അതിലേക്ക് കയറി പോയിക്കൊള്ളാൻ പറഞ്ഞു. Jesus grants permission. 6000 ഭൂതം 2000 പന്നികളുടെ മേൽ കയറി. All 6,000 demons went into those 2,000 pigs. അപ്പോൾ ഒരു പന്നിയുടെ മേൽ 3 ഭൂതം വെച്ചായി. Around 3 demons on one pig. ആ 3 ഭൂതം ഒരു പന്നിയുടെ മേൽ ആയപ്പോൾ അവരെല്ലാം കൂടെ കൂട്ടായിട്ട് ഒരുമിച്ച് ചേർന്ന് ഒരു തീരുമാനമെടുത്തു, ആത്മഹത്യ ചെയ്യാം. When 3 demons got into one pig, all those pigs completely decided to suicide or give up their life. 2000 പന്നികൾ ഒറ്റക്കെട്ടായിട്ട് തീരുമാനമെടുത്തു, നമുക്ക് ആത്മഹത്യ ചെയ്യാം. All 2,000 pigs decided to end their life. എന്നിട്ട് അവരെല്ലാം കൂടെ ഒരുമിച്ച് ഓടുകയാണ്. All of them are running towards together. അവരൊരു മലയുടെ മേളിൽ കയറി താഴെയുള്ള സമുദ്രത്തിലേക്ക് എടുത്തു ചാടി. They got on a mountain top and jumped into an ocean. വെള്ളത്തിനകത്ത് മുങ്ങി അവർ ശ്വാസം മുട്ടി ചാവുകയാണ്. They drowned in the waters. ശ്രദ്ധിക്കണമേ, 6000 ഭൂതം നാളുകളായിട്ട് ഈ മനുഷ്യന്റെ മേൽ ഉണ്ടായിട്ടും അവൻ മരിച്ചില്ല. അതിനകത്തുനിന്ന് 3 പേര് ഓരോരുത്തരുമായിട്ട് അകത്ത് കയറിയപ്പോൾ അവരെല്ലാം ആത്മഹത്യ ചെയ്തു. എന്താ ഇവൻ മരിക്കാത്തതിന് കാരണം? The 6,000 demon possessed man was still alive, but when 3 demons got into one pig, all of those pigs, 2,000 pigs, ended their life. What was the reason for that man to be alive? അതിന് ഒറ്റ കാരണമേ ഉള്ളൂ. ഇവന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇവൻ ഉരുവാകുന്നതിന് മുൻപേ, ലോകസ്ഥാപനത്തിന് മുൻപേ ഇവനെ കണ്ട ഒരു സ്വർഗ്ഗമുണ്ട്. There is only one reason to why he was kept alive, because he was seen and called by a God in his mother's womb itself. ആ കാലഘട്ടത്തിൽ അവനെ നീതിയോടെ വിളിച്ച ഒരു ദൈവമുണ്ട്. There is a God who called him righteous from his mother's womb itself. ദൈവം അവനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ 6000 അല്ല 60,000 കയറിയാലും ഇവനെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. If a God has called you, not 6,000, even if it's 60,000, no demons can overcome your life. എന്നെ കേൾക്കും ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ ദൂത് വിളിച്ച് പറയട്ടെ, അത് നിന്നെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ഏത് പ്രശ്നത്തിലൂടെ കടന്നുപോയാലും നീ തകർന്നു പോകത്തില്ല. Whatever problems you go through, if the God who called you is faithful, you will not be demolished. ആ വിളിക്കകത്ത് നിനക്കൊരു സംരക്ഷണമുണ്ട്. There will be a protection in that trial and tribulation. ആ വിളിക്കകത്ത് നിനക്ക് വേണ്ടി ഒരു കരുതലുണ്ട്. There is a provision that will come forth for you even in that situation. ആ വിളിക്കകത്ത് ഒരു പരിഹാരമുണ്ട്. There is a solution even in that problem. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തിന് സ്തോത്രം If you believe, put your hands together and praise the Lord. എന്താ ദൈവമക്കൾ ആത്മഹത്യ ചെയ്യാത്തത്? Hallelujah. എന്താ ദൈവമക്കൾ ആത്മഹത്യ ചെയ്യാത്തത്? Why are children of God not suiciding? പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടാണോ? It is not because they don't have problems in their ലോക life. മനുഷ്യനേക്കാൾ പ്രശ്നങ്ങൾ ദൈവമക്കൾക്കുണ്ട്. There are more problems for a believer than a non-believer. എന്നാൽ അവർ ആഗ്രഹിച്ചാലും ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല. Even if they have an ardent desire to end their life, they wouldn't be able to. കാരണം അവരെ വിളിച്ചൊരു വിളി പിറകിലുണ്ട്. There is a calling over their life. അവന്റെ സംരക്ഷണം അവർക്കുണ്ട്. There is a protection over their life. അതാണ് പരിശുദ്ധാത്മാവ് സഭയോട് പറഞ്ഞത്, അവൻ വലങ്കൈ പിടിച്ചു നിന്നെ കാക്കും. That is exactly what the Lord is telling the church. He is protecting us, holding by his arms. 6000 കയറിയ ലെഗ്യോൻ ബാധിച്ച ഭൂതഗ്രസ്തനായ മനുഷ്യനെ അവൻ ജീവനെ പരിപാലിച്ച് കാത്തതുപോലെ, just like
how his life was preserved, that man who was possessed by 6,000 demons. അവൻ കാക്കുക മാത്രമല്ല, He just doesn't protect or preserve. എന്നേക്കും ജനത്തിനൊരു നിയമവും, For eternity, forever, he is kept as a law for his people. ജാതികൾക്ക് പ്രകാശവുമാക്കും. Light to the Gentiles. നിങ്ങൾ ആ മനുഷ്യനെ നിങ്ങൾ ഇപ്പോൾ നോക്കിയാട്ടെ. Look at that man. ഭൂതം മാറിയപ്പോൾ അവൻ വസ്ത്രം ധരിച്ചു. Look at that man. He started wearing his clothes when he was free from demons. അവൻ സുബോധമുള്ളവനായി He മാറുകയാണ്. became to his normal consciousness. അവൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ നിന്റെ കൂടെ വരട്ടെ അക്കരയ്ക്ക്. And he's asking Jesus, can I also accompany you to the other side of the bank? യേശു പറഞ്ഞു, വേണ്ട വേണ്ട വേണ്ട, നീ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ഈ ദേശത്ത് നീ ഒരു ലാഭമാണെന്ന് കാണിക്കാൻ പോകുകയാ. Hallelujah. The Lord appointed him back in his city where they told he was a total ആ loss. ജനത്തിന് എന്നും വാഗൊണ്ട് ഏറ്റു പറയാനുള്ള ഒരു നിയമമൊക്കെ അവനെ മാറ്റി. There that he was put as a law which will be proclaimed forever. His life is a testimony. അവനെ കാണുന്നവരെല്ലാം അവന്റെ പുറകിൽ ഉണ്ടായിരുന്ന ഒരു സാക്ഷ്യം വിളിച്ചു പറയാൻ തുടങ്ങി. Everybody who started seeing him is reminded about his past. അയ്യോ, ഇവൻ പണ്ടിങ്ങനെ നടന്നവനായിരുന്നു. This man was like this some days back. യേശു ഇവനെ രക്ഷിച്ചു. Oh, Jesus delivered him. ഇപ്പോൾ ഇവൻ ആൾ മാറിയവനായി മാറി. Jesus set him free and changed his character. ജനത്തിന് ഒരു നിയമമാക്കി അവനെ മാറ്റി. Oh, he kept him as a law for the people. അത് മാത്രമല്ല, ജാതികൾക്ക് പ്രകാശമാക്കി മാറ്റി. And not just that, he was kept as a light to the Gentiles. ഡെക്കപ്പോളി നാട്ടിലെ അപ്പോസ്തലനാക്കി അവനെ മാറ്റി. He was appointed as the apostle of Decapolis, the entire 10 cities. നീ സ്വപ്നം കാണുന്നതിനേക്കാൾ അധികമായി, Beyond and above you dream. നിന്റെ മാതാപിതാക്കൾ നിന്നെക്കുറിച്ച് സ്വപ്നം കാണുന്നതിനേക്കാൾ അപ്പുറമായി, Beyond, above and beyond what your parents dream about you. അവരുടെ വിചാരങ്ങളെക്കാൾ അപ്പുറമായി ചിലതാക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. More than their thoughts, the Lord's thoughts are greater. നീ സ്വപ്നം കാണാത്ത വഴിയിലൂടെ നിന്നെ നടത്താൻ, കരം പിടിച്ചു നടത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. The Lord has planned to hold you by his hands and take you through paths that you've never imagined. ഓ, സഭയുടെ പിന്നെയും ദൈവം അത് പറയാൻ പറഞ്ഞു, ഉറവകൾ ദൈവം തുറക്കാൻ The Lord പോകുകയാണ്. is opening resources to the church. പ്രതീക്ഷയില്ലാത്തയിടത്തും ദൈവം ഉറവ തുറക്കാൻ പോകുകയാണ്. Situations of hopelessness is turning into resources. നിനക്ക് വേണ്ടി തമ്പുരാൻ ചില പുതുവഴികൾ തുറക്കാൻ The Lord will പോകുകയാണ്. open new doors for you. നിനക്ക് വേണ്ടി ചില പൊസിഷനുകൾ കർത്താവ് ഉണ്ടാക്കാൻ The പോകുകയാണ്. Lord will open up some positions for you. നിനക്ക് വേണ്ടി ചില നന്മകൾ ദൈവം വിളിച്ചു വരുത്താൻ The പോകുകയാണ്. Lord is going to call for some blessings for you. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താൽ. If you believe, praise the Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഭേദഭാഗത്തിലേക്ക് നമുക്ക് കിടക്കാം. Let's turn our attention to a scripture. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 14-ാം വാക്യം. Gospel of Luke 4:14. 4:14. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി വന്നു. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി വന്നു. Jesus returned in the power of the Holy Spirit, in the power of Spirit to Galilee. യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭം. That is the beginning of his public ministry. 40 ദിവസം അവൻ പിതാവിന്റെ സന്നിധിയിൽ ഒരു മലയുടെ മുകളിൽ ഒരു മരുഭൂമിയിൽ ഉപവസിച്ച ശേഷം അവൻ ആത്മാവിന്റെ ശക്തി പ്രാപിച്ചവൻ വന്നത് എങ്ങോട്ടാണെന്ന് അവിടെ കൊടുത്തിരിക്കുന്നത്, അവൻ ഗലീലയിലേക്ക് വന്നു. After fasting 40 days and 40 nights, he is coming back filled with the Spirit back into Galilee. ആത്മാവ് ദേശത്തെക്കുറിച്ച് വിവേചിക്കാൻ പോകുകയാണ്. Oh, the Lord is going to dissect through that land. യേശു വന്നത് ഗലീലയിലേക്കാണ്. Jesus stepped into Galilee. ഹല്ലേലൂയ. ഈ ഗലീലയെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. We know about Galilee. കാരണം നമ്മൾ സുവിശേഷങ്ങൾ വായിച്ച് പഠിച്ചിട്ടുള്ളവരാണ്. We are completely aware of the 4 Gospels. നാം പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളവരാണ്. We've heard a lot of preaching. യേശുവിന്റെ സുവിശേഷങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ള അത്ഭുതങ്ങൾ പലതും നടന്നത് ഈ ഗലീലയിലാണ്. Many miracles of Jesus during his public ministry took place in Galilee. 35 അത്ഭുതങ്ങൾ നമുക്ക് സുവിശേഷങ്ങളിൽ കാണാൻ കഴിയും. There are 35 miracles that we can see in the Gospels. അതിൽ 29 അത്ഭുതങ്ങൾ നടന്നത് ഗലീലയിലാണ്. Around 29 of them took place in Galilee. യേശു കർത്താവിന്റെ 12 ശിഷ്യന്മാരിൽ 11 പേരും ഗലീലക്കാരാണ്. Around 11 of 12 disciples of Jesus are from Galilee. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്യുന്നത് കണ്ടതിൽ ഭൂരിഭാഗവും ഗലീലക്കാരാണ്. Amen. The most of people who saw Jesus ascending into heaven were Galilee. അതുകൊണ്ടാണ് അവൻ ഉയർന്നു പൊങ്ങി പോകുന്നത് കണ്ടിട്ടും അമ്പരപ്പോടെ നോക്കി നിന്നവരെ നോക്കിക്കൊണ്ട് ദൂതൻ വിളിച്ചു പറഞ്ഞത്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത്, നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത അവൻ നിങ്ങൾ പോയത് കണ്ടതുപോലെ അവൻ വീണ്ടും എന്തോയും വരും. Hallelujah. That is exactly why the angels who were taking Jesus above looked to the earth and proclaimed this way, "Oh people of Galilee, why are you gazing upwards? The one who left you will come back again." യേശുവിന്റെ അത്ഭുതങ്ങളിൽ 35 രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ ഭൂരിഭാഗം 29 നടന്നത് ഗലീലയിലാണ്. Out of 35, 29 took place in the territory of Galilee. യേശു വീട്ടിൽ അത്ഭുതം ചെയ്തവനാണ്. Jesus performed miracles in the house. യേശു വഴിയിൽ അത്ഭുതം Jesus ചെയ്തവനാണ്. performed miracles on the way. യേശു പള്ളിയിൽ അത്ഭുതം ചെയ്തവനാണ്. Jesus performed miracles യേശു in the temple. മരുഭൂമിയിൽ അത്ഭുതം ചെയ്തവനാണ്. Jesus performed miracles in the desert. അത്ഭുതം ചെയ്തവനാണ്. Jesus proclaimed miracles on the waters. യേശു സെമിറ്ററിയിൽ അത്ഭുതം ചെയ്തവനാണ്. Jesus performed miracles in the cemetery. എന്ന് പറഞ്ഞാൽ ഒരു
മനുഷ്യന്റെ ജീവിതയാത്രയിൽ അവൻ കടന്നു പോകുന്ന എല്ലാ വഴികളിലും അത്ഭുതം ചെയ്യാൻ കഴിവുള്ള കരുത്തുറ്റ ദൈവമാണ് ഞാൻ ആരാധിക്കുന്ന എന്റെ യേശു. Meaning our Jesus whom we serve is capable of performing miracles, doing wonders in all walks of your life. ഇപ്പോഴും നിനക്ക് കാര്യം മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ് നീ കൈകെട്ടിയിരിക്കുന്നത്. നിന്റെ വീട്ടിൽ അത്ഭുതം ചെയ്യാൻ തമ്പുരാന് കഴിയുമെന്ന്. Even now you haven't understood the crux or the essence of what I'm trying to say. Your household, the Lord is able to perform miracles. നീ പോകുന്ന വഴിയിൽ അത്ഭുതം ചെയ്യാൻ തമ്പുരാന് കഴിയുമെന്ന്. The Lord can perform miracles in your way. നീ പോകുന്ന പള്ളിയിൽ അത്ഭുതം ചെയ്യാൻ തമ്പുരാന് The കഴിയുമെന്ന്. Lord can perform miracles in the church you go to. നീ പോകുന്ന മരുഭൂമി സമാനമായ അനുഭവങ്ങൾ അത്ഭുതം ചെയ്യാൻ ദൈവത്തിന് കഴിയുമെന്ന്. Even in your situation similar to desert or wilderness, the Lord can change situations. തലയ്ക്ക് മീതെ കയറി വരുമ്പോൾ അത്ഭുതം ചെയ്യാൻ ദൈവത്തിന് കഴിയുമെന്ന്. Even when water comes above your head, the Lord can do miracles for ഒരു you. മനുഷ്യനും പ്രതീക്ഷയില്ലാത്ത അവസാനം എന്ന് പറഞ്ഞ ശവക്കോട്ടയിൽ സെമിറ്ററിയിൽ അത്ഭുതം ചെയ്യാൻ കഴിവുള്ള ദൈവമാണ് എന്റെ ദൈവം. Where all things are considered to finish at the cemetery, the Lord is still powerful to bring back to life. ഈ കർത്താവിനെ ആരാധിക്കാൻ സന്തോഷമുള്ളവർ കരങ്ങളെ അടിച്ച് വാതോർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. If you still believe that He is capable, put your hands together and worship, open your mouths and worship the Lord. Hallelujah. ഹല്ലേലൂയ. കാരണം ഈ എല്ലാറ്റിന്റെ മേലും ദൈവത്തിന് അധികാരമുണ്ട്. Amen. The Lord is appointed authoritative over everything. യേശുവിന് അധികാരമില്ലാത്ത ഒരിടവുമില്ല. There is no place that the Lord doesn't hold an authority. പ്രകൃതിയുടെ മേൽ അവന് അധികാരമുണ്ട്. The Lord is appointed authoritative over nature. രോഗശക്തിയുടെ മേൽ അവന് അധികാരമുണ്ട്. He has power over sickness. ഹല്ലേലൂയ. സാത്താന്യ വ്യാപാരങ്ങളുടെ മേൽ അവന് അധികാരമുണ്ട്. He has power over all the demonic spirits. മരണത്തിന്റെ മേൽ അവന് അധികാരമുണ്ട്. He has power over death. ഒരു മനുഷ്യനെതിരെ വരാവുന്ന എല്ലാ മണ്ഡലങ്ങളുടെ മേലും അധികാരമുള്ളവനാണ് യേശു Our കർത്താവ്. Jesus has power over every realms that a man has to go through or will go through. അടുത്ത് ഇരിക്കുന്നവന്റെ കൈ പിടിച്ച് അമർത്തിയിട്ട് പറ, എന്റെ ആ യേശു അധികാരമുള്ളവനാണ്. Amen. Tell the person sitting next to you, my God is all powerful. He is authoritative. നീ ആ കൈ പിടിച്ച് അമർത്തുമ്പോൾ തന്നെ ദൈവശക്തി വ്യാപരിക്കും. Oh, there will be power flowing through your hands when you shake നീ hands കൈ with that പിടിച്ച് person. അമർത്തിയപ്പോൾ തന്നെ രോഗബന്ധനങ്ങൾ അഴിയുമാറും. Oh, when you shake hands with that person itself, sicknesses will leave that body. നീ കരം പിടിച്ചപ്പോൾ തന്നെ ഭൗതിക മണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്ന ദുരാത്മാക്കൾ ഒഴിഞ്ഞു പോകും. Oh, when you shake hands itself, there will be freedom in യേശുവിന്റെ finances. നാമത്തിൽ അങ്ങനെ In the സംഭവിക്കട്ടെ. name of Jesus, let it happen right now. രോഗബന്ധനങ്ങൾ അഴിയട്ടെ. Let it happen right now. പൈശാചിക വ്യാപാരങ്ങൾ അഴിയട്ടെ. Let demonic powers leave this ശത്രുവിന്റെ room. പദ്ധതികൾ അഴിയട്ടെ. Let plans of the enemy break in the name of Jesus. യേശുവിൻ നാമത്തിൽ ജയം. Hallelujah. ആ ഗലീലയിൽ ഈ അത്ഭുതങ്ങൾ വഴിയിലും പള്ളിയിലും വീട്ടിലും മരുഭൂമിയിലും വെള്ളത്തിലും സെമിറ്ററിലുമൊക്കെ ചെയ്ത അത്ഭുതങ്ങളിൽ ഈ 35 29 നടന്നത് ഗലീലയിലാണ്. In all these situations, whether it is desert, whether it is water, whether it is cemetery, on the way, or in the house, or in the church, all of 29 out of 35 miracles happened in ഈ Galilee. ഗലീലയെ കുറിച്ച് മത്തായി 4:14 പറയുന്നത് ഇത് ജാതികളുടെ ദേശമാണ് It is a place of Gentiles, is what Matthew says about Galilee. എന്ന് പറഞ്ഞാൽ സത്യാരാധന വെളിപ്പെടാത്ത ദേശം. That is a place where true worship doesn't reveal. ഞാൻ ദേശത്തെ വിവേചിച്ചുകൊണ്ട് സംസാരിക്കുക. I'm talking about that territory. എല്ലാം ക്രിസ്ത്യാനികളാണ്, പക്ഷേ സത്യാരാധന വെളിപ്പെടുന്നില്ല. Everybody are Christians, so-called Christians, but no true worship reveals there. ഒന്ന് ഇത് ജാതികളുടെ ദേശമാണ്. There, one thing is it's a place of Gentiles. എന്ന് പറഞ്ഞാൽ സത്യാരാധന വെളിപ്പെടാത്ത ദേശം. That means there is no true worship. രണ്ടാമത് ഇരുട്ടിലിരിക്കുന്ന ജനം. Second thing is the people are in pitch darkness. സത്യാരാധന ഇല്ലാത്ത വീട് ഇരുട്ടില്ല. Where true worship is not revealed, that household is in darkness. സത്യാരാധന വെളിപ്പെടാത്ത പള്ളി ഇരുട്ടില്ല. Whichever church doesn't worship in spirit, that church is in darkness. സത്യാരാധന വെളിപ്പെടാത്ത ദേശം ഇരുട്ടില്ല. If a land, there is no true worship in a land, that land is in darkness. ഈ ഗലീല ജാതികളുടെ ദേശമാണ്. Oh, this Galilee is a place of Gentiles. സത്യാരാധന വെളിപ്പെടാത്ത There ദേശം. is no true worship revealed. ഇരുട്ടിലിരിക്കുന്ന ജനം. These people are in darkness. 3 മരണഭാഷങ്ങളാൽ ബന്ധിക്കപ്പെട്ട ദേശം. All these people are, all this city is bound by the powers of death. എന്ന് പറഞ്ഞാൽ മരണഭയം പിടിച്ചിരിക്കുക. They are fearful of death. മരണഭയം പിടിച്ചിരിക്കുക. They have fear of death. രാത്രിയിലെ ഭയവും പകൽ പറക്കുന്ന അസ്ത്രം ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി ഉച്ചയ്ക്ക് സംഭവിക്കുന്ന സംഹാരകൻ ഇങ്ങനെയുള്ള പല വ്യാപാരങ്ങളാലും പിടിക്കപ്പെട്ട ദേശം. They are completely bound to all powers of the enemy. ഹല്ലേലൂയ. അടുത്തത് കഷ്ടതയിലിരിക്കുന്ന ജനമാണ്. These people are bound in difficulty. ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. ദേശത്തെക്കുറിച്ച് പറയുന്നു, ഒന്ന് ഇത് സത്യാരാധന വെളിപ്പെടാത്ത ദേശം. The first place, this place does not reveal true worship. ഇരുട്ടിലിരിക്കുന്ന ജനം. These people are in darkness. മൂന്നാമത്
മൂന്നാമത് മരണഭാഷങ്ങളാൽ പിടിക്കപ്പെട്ട These ജനം. people are bound in fear of death. അതുകൊണ്ട് തന്നെ കഷ്ടതയിലിരിക്കുന്ന ജനം. That is exactly why they are in problems or situations of trouble. ഈ ദേശത്തേക്കാണ് യേശു കർത്താവ് ആത്മാവിന്റെ ശക്തിയോടെ ചെല്ലുന്നത്. It is to this land Jesus returns in the power of the Holy Spirit. ഈ സ്ഥലം നിങ്ങൾക്ക് നന്നായി പരിചയമുള്ള സ്ഥലമാണ്. This place is very familiar to all of കാരണം us. യേശുവിന്റെ അത്ഭുതങ്ങളെല്ലാം നിങ്ങൾ വായിച്ച് കേട്ടും ഇരിക്കുന്നവരാണ്. We've been meditating on sermons after sermons on the miracles of Jesus. ഗലീലി എന്ന് പറയുന്നത് ഇസ്രായേലിന് വടക്കുള്ള 20 ഗ്രാമങ്ങൾ അടങ്ങിയ ഒരു ദേശമാണ്. It is a place with 20 villages, so-called Galilee. ഇസ്രായേലിന് വടക്ക് ഭാഗത്ത് കിടക്കുന്ന 20 ഗ്രാമങ്ങൾ അടങ്ങിയ ഒരു ദേശമാണ് ഗലീല. It is a place consisting of 20 villages. ഹല്ലേലൂയ. ആ ഗ്രാമങ്ങളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ആ ഗ്രാമങ്ങളിലാണ് യേശു അത്ഭുതം ചെയ്തത്. ഈ ഗ്രാമത്തിൽ അന്ന് നിങ്ങൾക്ക് പറയത്തക്കവണ്ണം നിങ്ങൾക്ക് സുപരിചിതമാണ് ആ ദേശം. We are so familiar with the miracles that Jesus has performed. We can point out those 20 villages where it happened. ആ 20 ഗ്രാമം ഇതാണ്: കോരസയും കപ്പർന്നവും മഹദയും ബത്സദയും ഗദരയും കാനാവും തിബിരിയാസും നസ്രത്തും നയ്യൂനും ദക്കപ്പൊലിയും സോറും സീദോനും കൈസറിയും സിറിയയും നഫ്താലിയും ഇങ്ങനെയുള്ള സെബൂലൂനും ഇങ്ങനെയുള്ള 20 ഗ്രാമങ്ങൾ അടങ്ങിയ ദേശമാണ് ഗലീല. There are all these cities including Capernaum, Tiberias, all these Zebulun, all of these are parts of that city. ഞാനത് പേര് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അവിടെയാണ് ആ അത്ഭുതം നടന്നത്, അവിടെയാണ് ആ കുരുടനെ സൗഖ്യമാക്കിയത്, അവിടെയാണ് ആ ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കിയത്. കോരസി, കപ്പർന്നവും മഹദ, ബത്സദ, ഗദര, കാനാവ്, തിബിരിയാസ്, നസ്രത്ത്, നയ്യൂന്, ദക്കപ്പൊലി, സോറ്, സീദോന, കൈസറിയ, സിറിയ, നഫ്താലി ഇങ്ങനെയുള്ള 20 ഗ്രാമങ്ങൾ അടങ്ങിയ ദേശമാണ് ഏത്? ഗലീല. When I mentioned all these places of villages, you started connecting all the miracles that we've heard from the word that is happening in Galilee. പക്ഷേ ഈ 20 ഗ്രാമങ്ങളും എങ്ങനെ ഇരിക്കുകയാണ്? സത്യാരാധന വെളിപ്പെടാതിരിക്കുക. All these 20 villages are in the same state. There is no revealing of true worship. ഇവിടെ ഇരുട്ട് മാറിയിട്ടില്ല. There is the power, the darkness is not revealed. ഇവിടെ ജനം കഷ്ടതയിലാണ്. The people are still in problems. എല്ലാവരും മരണഭയം പിടിച്ചിരിക്കുക. They are all bound with fear of death. 2020 ശേഷം നമുക്കും ആ ഭയം വന്നിട്ടുണ്ട്. After 2020 we are also in a similar situation. We are afraid of death. കാരണം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസത്തെയും വാർത്ത 25 45 55 25 35 ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. Because that is what we keep hearing from our news and social media. 25-year-old died, 35-year-old died, 45-year-old died. അതിൽ എത്രയോ നമുക്ക് വേണ്ടപ്പെട്ടവരുണ്ടായിരുന്നു. How many of them were close to us and close to our family? കേൾക്കുന്ന ദൈവത്തിൽ അന്ത്യകാലമാണിത്. This is the end times, dear children. ഹല്ലേലൂയ. നമ്മൾ സൂക്ഷിക്കേണ്ട സമയമാണിത്. Hallelujah. We have to be more careful. നമ്മൾ ഒരുങ്ങേണ്ട സമയമാണിത്. We have to be vigilant and we have to get ready. താഴ്മ ധരിക്കേണ്ട സമയമാണിത്. We have to put on humbleness. മനുഷ്യ നീ മണ്ണാകും, മണ്ണോടു ചേർന്നിടും, തരയിൽ നീ ഒരു യാത്രികൻ, സ്വർഗം അകതാരിൽ കരുതിയിടണം. മനുഷ്യ നീ മണ്ണാകും, മണ്ണോടു ചേർന്നിടും, തരയിൽ നീ ഒരു യാത്രികൻ, സ്വർഗം അകതാരിൽ കരുതിയിടണം. താഴ്മയായിടണം നിന്റെ സമ്പാദ്യവും, ത്യാഗമായിടണം നിന്റെ സമ്പാദ്യവും. താഴ്മയായിടണം നിന്റെ സിംഹാസനം, ത്യാഗമായിടണം നിന്റെ സമ്പാദ്യവും. മനുഷ്യ നീ മണ്ണാകും, മണ്ണോടു ചേർന്നിടും, ധരയിൽ നീ ഒരു യാത്രികൻ, സ്വർഗം അകതാരിൽ കരുതിയിടണം. അന്ത്യകാലമാണ്. This is the end times. താഴ്മയായിടണം നിന്റെ സിംഹാസനം. We must be enthroned on our humbleness. ത്യാഗമായിടണം നിന്റെ സമ്പാദ്യം. Our wealth must be sacrificed. എന്നെ കേൾക്കുന്ന ഇതിലെ ശ്രദ്ധിച്ച് കേൾക്ക്. ഈ 20 ഗ്രാമങ്ങൾ ഇരുട്ടിലാണ്. Listen to me carefully, dear children of God. These all 20 villages are in darkness. രാജാക്കന്മാരുടെ പുസ്തകം നാം വായിക്കുമ്പോൾ, when we go through the book of Kings, ഈ 20 ഗ്രാമങ്ങൾ ഭരിച്ചതെന്ന് ആരാന്നറിയാമോ? Do you know who ruled these 20 villages? ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ. Solomon, the king who was wise among all. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോനാണ് ഈ 20 ഗ്രാമങ്ങൾ ഭരിച്ചത്. He ruled all these 20 cities. പക്ഷേ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോന് തന്റെ ജ്ഞാനം കൊണ്ട് ഈ ഗ്രാമങ്ങളിലെ ഇരുട്ട് മാറ്റാൻ പറ്റിയില്ല. He couldn't deal with the darkness of that city with his wisdom. ഈ ഗ്രാമങ്ങളിൽ സത്യാരാധന കൊണ്ടുവരുവാൻ അവന്റെ ജ്ഞാനത്തിന് കഴിഞ്ഞില്ല. He couldn't bring true worship with his wisdom to that city. മരണവാസങ്ങൾ അഴിക്കാൻ പറ്റിയില്ല. He couldn't solve the problem of fear of death among those people. കഷ്ടത മാറ്റാൻ പറ്റിയില്ല. He couldn't take away the problems of that
children. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ ദൂത് വിളിച്ചു പറയട്ടെ, ഈ വചനപ്രകാരം പറയട്ടെ, നിന്റെ ജ്ഞാനം കൊണ്ട്, നിന്റെ അറിവ് കൊണ്ട്, നിന്റെ പഠിത്തം കൊണ്ട്, നിന്റെ മിടുക്ക് കൊണ്ട് പൈശാചിക ശക്തികളെ തോൽപ്പിക്കാൻ പറ്റില്ല. Let me remind you, church, with your wisdom, your knowledge and your education, you cannot win the powers of darkness in this world. ദൈവസഭയോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, അല്ലെങ്കിൽ മിടുക്കന്മാരെ കൊണ്ട്, അല്ലെ വിദ്യാഭ്യാസമുള്ളവരെ കൊണ്ട്, അറിവ് നേടിയവരെ കൊണ്ട് പൈശാചിക ശക്തികളെ തോൽപ്പിക്കാൻ പറ്റില്ല. With people who are wealthy, with people who are mighty, with people who are educated, you cannot win the powers of darkness. അത് പറ്റുമായിരുന്നെങ്കിൽ പറ്റുന്ന ഒരുവനെ ചൂണ്ടിക്കാണിച്ചത് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ. If anybody could do it in that case, it was Solomon who could only do that. അവന് ഈ ജ്ഞാനം പകർന്നു കൊടുത്തത് യൂണിവേഴ്സിറ്റികളല്ല. No, it is not the university that imparted wisdom to Solomon. അവൻ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു നേടിയ ജ്ഞാനമാണ്. He received that wisdom from the Lord, from the presence of God. എന്നിട്ടും ആ ജ്ഞാനത്തിന് ഹല്ലേലൂയ ഈ ഗലീല എന്ന് പറയുന്ന 20 പട്ടണങ്ങളിലെ ഹല്ലേലൂയ മരണവാസങ്ങളെ അഴിക്കാൻ പറ്റിയില്ലെന്ന്. That even that wisdom couldn't deal with the problems of those 20 villages in Galilee. അവസാനം അവൻ എന്തെന്നറിയാമോ, അതൊരു വല്ലാത്ത ഒരു തന്ത്രത്തിലൂടെ അടുത്ത രാജാവായ സോർ രാജാവായ പണമുത്രിയുള്ള ധനാട്യനായ ജാതീയ രാജാവായ സോർ രാജാവായ ഹീരാമിന് ഫ്രീ ആയിട്ട് കൊടുത്തു. He gave the entire city, entire kingdom to another king called Hor. അതൊരു വലിയ പണം സമ്പാദ്യമുള്ളവനാണ്. He's a wealthy man. നല്ല മിടുക്കന്മാരായ പണിക്കാരുള്ള ദേശമാണ്. He has mighty builders. ഹല്ലേലൂയ. പക്ഷേ അവൻ നോക്കിയിട്ട് പോലും എന്ത് സംഭവിച്ചില്ല, ഈ പൈശാചിക ശക്തികളെ തോൽപ്പിക്കാൻ Even പറ്റില്ല. he, being a wealthy man, couldn't deal with those problems. ശ്രദ്ധിക്കണം ദൈവം, ഇതില്ലേ നല്ല പണിക്കാരുണ്ട്, ആവശ്യം പോലെ പണമുണ്ട്, പക്ഷേ സാത്താന്റെ ശക്തികളെ തോൽപ്പിക്കാൻ പറ്റില്ല. You have all the wealth in the world, you have all the best people with you, you cannot win over the powers of the evil. ദൈവസഭയോട് ഞാൻ വീണ്ടും പറയുന്നു, ഹല്ലേലൂയ, പണം കൊണ്ടോ ഹല്ലേലൂയ നമ്മുടെ പശ്ചാത്തലങ്ങൾ കൊണ്ടോ പിശാചിനെ തോൽപ്പിക്കാൻ പറ്റില്ല. With our background or with our wealth or finances, we cannot win over the enemy. ജനത്തിന്റെ ഇരുട്ട് മാറ്റാൻ പറ്റത്തില്ല. We cannot overcome the enemy. മരണഭയം മാറ്റാൻ പറ്റത്തില്ല. We cannot take away the fear of death of the people. സത്യാരാധന കൊണ്ടുവരാൻ We പറ്റത്തില്ല. cannot bring forth true worship with all these കഷ്ടത things. മാറ്റാൻ We പറ്റത്തില്ല. cannot take away tribulations. അവൻ ആവത് നോക്കി നടന്നില്ല. He tried his best. അവസാനം അവൻ അത് തിരിച്ച് ശലോമോന് തന്നെ തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നീ എന്നെ കളിപ്പിച്ചു, ഇത് ഗലീലയല്ല, ഇതെന്തോന്നറിയാമോ, കാബൂൾ. Amen. This place is called Kabul. After returning, that king returned that place to Solomon and he said, this place is not Galilee, this is called Kabul. എന്ന് പറഞ്ഞാൽ ഒരിക്കലും വേര് പിടിക്കാത്ത സ്ഥലം. Meaning this place will never have its roots deep enough. എന്നെ കേൾക്കുന്ന ഈ മക്കളുടെ പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് പറയുക. Amen. Let me remind you this evening. നിന്റെ ഭവനത്തിനകത്തെ പൈശാചിക ശക്തികളുടെ പോരാട്ടത്തെ നിനക്ക് ജയിക്കാൻ കഴിയണമെങ്കിൽ ജ്ഞാനം കൊണ്ട് സാധ്യമല്ല, പണം കൊണ്ട് സാധ്യമല്ല. If you want to win over your powers of darkness, you cannot do it with your wealth or your education. എന്നെ കേൾക്കുന്ന പാസ്റ്ററെ, ഈ ദേശത്തെ വീണ്ടെടുക്കാൻ പണം കൊണ്ട് കഴിയില്ല, ജ്ഞാനം കൊണ്ട് കഴിയില്ല. If you want to take over the city, we cannot do it with our wisdom or our money. ഇതിനകത്തിരുന്ന് ആരാധിക്കുന്ന ദൈവജനത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജ്ഞാനം കൊണ്ട് കഴിയത്തില്ല, പണം കൊണ്ട് കഴിയത്തില്ല. We cannot solve the problems of the believers with money or with wisdom. ശലോമോന് കഴിയാതെ ശലോമോൻ ഉപേക്ഷിച്ചു. When Solomon couldn't do it, Solomon left it. സോർ രാജാവായ ഹീരാം അവന്റെ പണം കൊണ്ട് കഴിയാതെ അതും ഉപേക്ഷിച്ചു. The king Hiram abandoned the case. ആരും സഹായിക്കാനില്ലാതെ 20 ഗ്രാമങ്ങൾ അടങ്ങിയ ആ ദേശം അങ്ങനെ കിടക്കുകയാണ്. Nobody to help. Galilee is there. അപ്പോഴാണ് ആത്മാവിന്റെ ശക്തി പ്രാപിച്ചൊരുവൻ ഇറങ്ങി വരുന്നു. That is when a person receiving the power of the Spirit comes back to Galilee. ഇതിനകത്ത് ഇറങ്ങി വന്നിരിക്കുന്നത് പണം കൊണ്ടല്ല, ഇതിനകത്ത് ഇറങ്ങി വന്നവൻ ജ്ഞാനം കൊണ്ടല്ല, ഇതിനകത്ത് ഇറങ്ങി വന്നവൻ ആത്മാവിന്റെ ശക്തി കൊണ്ടാണ്. Hallelujah. The person who has stepped in right now did not come with wisdom, did not come with wealth, but he came with the power of the Spirit. ഇന്ന് രാത്രി നിന്റെ ഭവനത്തിനകത്ത് കയറി വന്നവൻ പണം കൊണ്ടല്ല വന്നത്, അവൻ ജ്ഞാനം കൊണ്ടല്ല വന്നത്, അവൻ ആത്മാവിന്റെ ശക്തി കൊണ്ടാണ്. He did not come with power, he did not come with might, he did not come with money or wisdom. He came with the power of the Spirit. അത് വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. You know his power, put your hands together and praise Jesus. അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചാട്ടെ. Worship your God in tongues. ആത്മാവിന്റെ ശബ്ദമായി മാറിക്കട്ടെ. Oh, become the voice of Jesus. ദൈവശക്തി വ്യാപരിക്കട്ടെ. Oh, let the power of the Spirit move in this room. വ്യാപരിക്കട്ടെ. Let the power of the Holy Spirit move. ആത്മാവിന്റെ ശക്തി ഇരുട്ടിനെ മാറ്റൂ. Let the power of the Lord move and turn situations around. ഹല്ലേലൂയ. യേശു കർത്താവ്
40 ദിവസം പിതാവായ ദൈവത്തോട് ചേർന്നിരുന്ന ശേഷം ആത്മാവിന്റെ ശക്തി പ്രാപിച്ച് അവൻ എങ്ങോട്ട് വന്നാ പറഞ്ഞത്? ഗലീലയിലേക്ക്. Jesus returned to Galilee after receiving power, sitting after 40 days of fast. ഈ ഇസ്രായേലിന് വടക്കുള്ള 20 ഗ്രാമങ്ങളിലേക്ക് അവൻ കാലുവെക്കാൻ തുടങ്ങി. Back into the same 20 villages that was abandoned back in the day. ശ്രദ്ധിക്കണമേ, സത്യാരാധന ഇല്ലാത്ത ദേശങ്ങളാണ്. Oh, all those people doesn't have true worship. ഇരുട്ടിലിരിക്കുന്ന ജനമാണ്. All those people are in darkness. മരണപാശങ്ങളാൽ പിടിക്കപ്പെട്ട ജനമാണ്. All those people are bound by fear of death. കഷ്ടതയിലിരിക്കുന്ന ജനമാണ്. All those people are in problems and tribulations. അവൻ നടക്കാൻ തുടങ്ങി. And Jesus started walking. ഓ, മ്യൂസിക് സിസ്റ്റം ഒന്നും അവന്റെ പുറകിലില്ല. There is no music system or band. ഹല്ലേലൂയ. ബാക്ക്ഗ്രൗണ്ട് സംവിധാനങ്ങളൊന്നുമില്ല. We have nothing in the backdrop. പക്ഷേ അവന്റെ മേൽ ആത്മാവിന്റെ ശക്തിയുണ്ട്. But there is one thing, the power of the Spirit is upon Jesus. ആത്മാവിന്റെ ശക്തിയുള്ളവൻ അധരങ്ങളിലൂടെ ചിലത് പറഞ്ഞുകൊണ്ടാ വരുന്നത്. Hallelujah. When he starts walking, he starts speaking. അവൻ പറഞ്ഞുകൊണ്ട് വരികയാ. He is speaking and he is walking. ഇതാ ഞാൻ വരുന്നു. I am coming. പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. Behold, the scriptures talk about me. പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു. I am coming to do the will of the പിശാചിന്റെ Father. പ്രവൃത്തികളെ അഴിപ്പാൻ ഞാൻ വരുന്നു. I am coming to loosen the powers of ഇരുട്ടിലിരിക്കുന്നവരെ darkness. വിടുവിക്കാൻ ഞാൻ വരുന്നു. I am coming as a light to the people in darkness. വിടുവിക്കാൻ ഞാൻ വരുന്നു. I am coming to deliver the people in bondage. ഓ, നിങ്ങൾക്ക് സന്തോഷം ഇപ്പോഴും വരുന്നില്ല. Oh, you guys will never be in joy. അവൻ പറഞ്ഞുകൊണ്ട് ഇന്ന് ഞാൻ ദൈവാത്മാവിൽ പറയാം, പറയുന്നവർക്കെല്ലാം വിടുതല. Amen. If you start speaking, that is your deliverance. വിശ്വസിക്കുന്നവർക്ക് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം പൗലോസ് ഇങ്ങനെ പറഞ്ഞ, ഞാൻ വിശ്വസിച്ചു, ഞാൻ അതുകൊണ്ട് അത് ഏറ്റുപറഞ്ഞു. Amen. Only those who believe in their heart can speak. Only they will experience or see the glory of God. പറയാത്തവന്റെ മുമ്പിൽ ആത്മാവ് വെളിപ്പെടത്തില്ല, പറയുന്നവന്റെ മുമ്പിൽ ആത്മാവ് വെളിപ്പെടും. The Spirit of God will be revealed only to people who profess or confess it with their mouth, not just seeing. പറയുന്നവന്റെ മുമ്പിൽ വിടുതൽ വെളിപ്പെടും. Oh, the one who confesses or professes with his mouth will see the deliverance. പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ അത് വിടുതൽ വെളിപ്പെടും. In front of the person who prays, deliverance will come forth for him. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. If you believe, praise the Lord. ആത്മാവിന്റെ ശക്തിയുള്ളവൻ പറഞ്ഞുകൊണ്ട് കയറി വരികയാ. Oh, that person who is walking, he is speaking in spirit. അവൻ ഓരോ ഗ്രാമങ്ങൾ കയറുകയാ. He got into each village. കോരസിയും കപ്പർന്നവും മഹദയും ബെത്സേദയും ഗദരയും കാനാവും തിബറിയാസും നസ്രത്തും നയീനും ദക്കപ്പുലിയും സോറും സീദോനും കൈസറിയും സിറിയയും നഫ്താലിയും സെബുലൂനും, ഇങ്ങനെ ഓരോ ഗ്രാമങ്ങളിലൂടെ അവൻ നടന്നു പോയപ്പോൾ അവിടെ ഇരുന്നവർ പറയാണ്, ഞങ്ങൾ വെളിച്ചം കാണുന്നു. He got into each village after village, one after the other, and they started prophesying, saying, we see a light. ഇരുട്ടിലിരുന്ന ജനം പറയാണ്, ഞങ്ങൾ ഇപ്പോൾ എന്താ കാണുന്നു? വെളിച്ചം The കാണുന്നു. people in the darkness started testifying, we see a light. പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ ഭവനത്തിൽ വെളിച്ചം കാണാൻ പോവുകയാ. Holy Spirit is saying your family is going to be exposed to the light of the Spirit. നാളുകളായി നിന്നെ മുൻപോട്ട് വിടാത്ത ഇരുട്ടുകൾ മാറാൻ പോവുകയാ. All the darknesses that is not letting you go forward is going to break right now. ദൈവശക്തി വെളിപ്പെടാൻ പോവുകയാ. The power of the Holy Spirit is going to be demonstrated right now. കാരണം ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ശബ്ദം ഇതാണ്, ആത്മാവ് ചലിക്കാൻ പോവുകയാണ്. Holy Spirit is going to start demonstrating its power, is what the Lord is talking during this ആത്മാവ് ചലിക്കുന്നിടത്ത് കൂടെ ചലിക്കാൻ തയ്യാറായാൽ, Are you ready to step according to the movement of the Holy Spirit? ആത്മാവ് ചലിക്കുന്നിടത്ത് കൂടെ ചലിക്കാൻ തയ്യാറായാൽ, If you are ready to keep your step according to the Holy നിങ്ങൾ Spirit, അത്ഭുതത്തിലേക്ക് കാൽച്ചുവട് വെക്കാൻ പോവുകയാണ്. you will start seeing wonders after wonder. സത്യാരാധന വെളിപ്പെടാൻ പോവുകയാണ്. Oh, the true worship is going to be revealed. മരണഭയം മാറാൻ പോവുകയാണ്. Oh, the fear of death is going to move away. ഇരുട്ടുകൾ മാറാൻ പോവുകയാണ്. Oh, there is power of death moving ബന്ധനങ്ങൾ away. അടിയാൻ പോവുകയാണ്. Bondages are broken. അത് വിശ്വസിക്കുന്നവർ എഴുന്നേറ്റ് നിന്നാട്ടെ, കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. Hallelujah. If you believe, let's അല്പസമയം raise ദൈവത്തെ സ്തുതിക്കാൻ പോവുകയാണ്. We are going to praise and worship the Lord. ഉറഗാബ രാഷാദര ബൽകബരാദല ബൗഡാരാജല സീഖാമനദ രഗദശംദന വൈഡമനാദന ബൽകബരാദല Put your hands together. ദിബലബൗഷര. Open your mouths and start praising the Lord in tongues or in whatever way you want. ദൈവാത്മാവ് ഇന്നലെ തുടക്കത്തിൽ പറഞ്ഞ അതേ ദൂത് വീണ്ടും പറയുന്നു. Again, the Holy Spirit is reminding what we heard last night. ഇത് ദൈവമഹത്വം വെളിപ്പെടുന്ന ഇടമാണ്. This place is where the glory of God manifests. അത് തിരക്കി വേറെ സ്ഥലത്തേക്ക് പോകേണ്ട കാര്യമില്ല. You don't have to go in search of the glory to any other place. കാരണം ഇവിടെ ദൈവത്തിന്റെ ദൂതുള്ളിടം ആയതുകൊണ്ട് ഇവിടെ ദൈവമഹത്വം വെളിപ്പെടും. Because there is promise of the Lord inside of this church, the glory of the Lord will be revealed. ദൂതില്ലെങ്കിൽ ദൈവമഹത്വമില്ല. If there is no promise, no glory. ദൂതുണ്ടെങ്കിൽ ദൈവമഹത്വമുണ്ട്. If there is promise, there is the glory of God. ലാസറിന്റെ വീട്ടിൽ എന്തുണ്ടായിരുന്നു? ദൂതുണ്ടായിരുന്നു. In the house of Lazarus, there was a promise. ലാസറിനോടുള്ള വിഷയത്തിൽ എന്തുണ്ടായിരുന്നു? ദൂതുണ്ടായിരുന്നു. In relation to the case of Lazarus, there was a promise. അവൻ രോഗിയായി കിടന്നപ്പോൾ അവർ യേശുവിന്റെ അടുക്കൽ ആളയച്ചു പറഞ്ഞപ്പോൾ അവനൊരു ദൂതും കൊടുത്തു വിട്ടു. എന്താ ദൂത്? ഈ ദീനം മരണത്തിനായിട്ടല്ല, ഇത് ദൈവത്തിന്റെ നാമം. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തോ ഉണ്ട്?
ദൈവമഹത്വമുണ്ട്. Amen. There is a promise of the Lord that is upon the life of Lazarus. When he was sick, when they sent people to Jesus, they told, this is not for death, but for the glory of God to be revealed. And there is a promise lying there. That is why glory has to manifest. പാസ്റ്ററെ, ഇവിടെ ദൂതുണ്ടോ? Pastor, do we ഉണ്ടെങ്കിൽ have അവിടെ promise? ദൈവമഹത്വമുണ്ട്. If there is promise, Pastor, there is the glory of God. ദൂതുണ്ടെങ്കിൽ ദൈവമഹത്വമുണ്ട്. If there is promise, there is glory of God. ദൈവമഹത്വം വെളിപ്പെടുന്നിടത്ത് ആരുണ്ട്? ദൈവമുണ്ട്. Where the glory of God is, there is God. അത് 4-ാം യാമത്തിലായാലും വരും. Even if that is late in the hour. അത് 4-ാം ദിവസമായാലും വരും. Even if that is in the 4th day. അത് നാറ്റം വെച്ച വിഷയമായാലും വരും. Even if that's a very bad situation. അത് കല്ലറയ്ക്കകത്താണെങ്കിലും വരുമെന്ന്. Even if that is in the tomb. കാരണം അവിടെ ദൈവമഹത്വമുണ്ട്. There is a glory of God. പക്ഷേ നീ അത് കാണണമെങ്കിൽ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. If you want to see that, you have to believe. നീ അത് കാണണമെങ്കിൽ വിശ്വസിച്ചേ പറ്റൂ. If you want to see that, you have to believe. യേശു പറയാണ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. You believe, you will see the glory of God. കാണണമെന്നുള്ളവർ കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ.